വയനാട്ടിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. വയനാട്ടിൽ ജീവനക്കാരൻ ആശുപത്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റൽ ജീവനക്കാരനായ അട്ടപ്പാടി സ്വദേശി തങ്കച്ചനാണ് മരിച്ചത്. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക്, ഇയാൾ എങ്ങനെയാണ് മരിച്ചത്? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരം? വിനീത, വയനാട് കൽപ്പറ്റയിലുള്ള ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരനായ പാലക്കാട് സ്വദേശി തങ്കച്ചനെ ഇന്ന് രാവിലെയാണ് ആശുപത്രി കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആശുപത്രിയുടെ 2ാം നിലയിലുള്ള ലോണ്ടറിയിലാണ് ഈ തങ്കച്ചനെ മരിച്ച നിലയിൽ മറ്റൊരു ജീവനക്കാരൻ കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ തങ്കച്ചൻ അട്ടപ്പാടി സ്വദേശിയാണ്. 2000 മുതൽ ഇവിടെ 2000 മുതൽ ഈ ഫാത്തിമ മാതാ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ ഈ തങ്കച്ചന്റെ മറ്റൊരു ബന്ധുവായ വയനാട് സ്വദേശിക്ക് നേരത്തെ തന്നെ തങ്കച്ചൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് തപാലിലൂടെ അയച്ചിരുന്നു. ഇതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ആശുപത്രി ജീവനക്കാരുടെ, ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള പീഡനത്തെ തുടർന്നാണ് തങ്കച്ചൻ ആത്മഹത്യ ചെയ്തത് എന്നാണ്. 4 വർഷത്തോളം തങ്കച്ചൻ ആദ്യം ഈ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ജോലി ചെയ്തത്. ആ സമയത്ത് റേഡിയേഷൻ മൂലം തങ്കച്ചന്റെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. ക്രമേണ 2ാമത്തെ കണ്ണിന്റെയും കാഴ്ചശക്തി കുറഞ്ഞു വന്നിരുന്നു. തുടർന്ന് ഈ ആശുപത്രി ജീവനക്കാരായ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായി. ഈ പീഡനത്തെ തുടർന്നാണ് മനം നൊന്താണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ഈ കത്തിലുള്ള വിവരം. അതിൽ പ്രധാനമായും പറയുന്നത് ഫാത്തിമ മാതാ മിഷൻ ആശുപത്രിയുടെ മാനേജ്മെന്റ് അംഗങ്ങളിൽ പ്രധാനികളായ ഫാദർ ജിമ്മി, ഫാദർ ജിതിൻ എന്നീ 2 വൈദികരുടെ നേതൃത്വത്തിലാണ് ഈ പീഡനം നടന്നതെന്നും പറയുന്നു. മാത്രമല്ല 2000 മുതൽ ഏകദേശം 24 വർഷത്തോളം ഈ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടും അദ്ദേഹത്തിന് പശ്ചാത്തലത്തിൽ അവരുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തൊന്നും ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ നേരത്തെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള പേരുകളുള്ള ഇവരൊന്നും തന്നെ നേരത്തെ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും നമ്മൾ ഈ ആശുപത്രിയുടെ മുൻപിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ തങ്കച്ചന്റെ മൃതദേഹം ആശുപത്രിയിൽ കൽപ്പറ്റ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. പാലക്കാട് നിന്നുള്ള ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും നമുക്ക് വിശദീകരണം തേടുക. ഏതായാലും അട്ടപ്പാടി സ്വദേശിയായ തങ്കച്ചനാണ് മരിച്ചത്. ദീപക് മോഹൻ വിവരങ്ങൾ നൽകി.